ദേശാടന കിളികൾ നമ്മുടെ അതിഥികളാണ്. അതിഥികളെ ശുശ്രൂഷിക്കാനുള്ള ഉത്തരവാദിത്വം ആതിഥേയരായ നമ്മളിലുണ്ട്. അറബികളുടെ അമൂല്യനിധിയായ ഫാൽക്കൻ പക്ഷിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു സുവോളജി പ്രൊഫസറെ നമുക്കൊന്ന് കണ്ടുവരാം. അറബ് രാജ്യങ്ങളുടെ ദേശീയ പക്ഷിയായിട്ടുള്ള ഫാൽക്കൻ്റെ ഒരു മാതൃകയാണിത്. ഇത് ഒരു കൃത്രിമ മാതൃകയല്ല, ജീവിച്ചിരുന്ന ഫാൽക്കൻ പക്ഷിയുടെ സ്റ്റഫ് ചെയ്ത മാതൃകയാണ്. എന്ന് പറഞ്ഞാൽ 12 വർഷം മുമ്പ് ജീവിച്ചിരുന്നു ഭൂമിയിൽ ഫാൽക്കൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ സുബൈർ മാഡമിൻ്റെ വീട്ടിലാണ്. ഈ മാതൃക മാത്രമല്ല കേട്ടോ, ഫാൽക്കൻ പക്ഷികളുടെ ഒരു ജീവനുള്ള പക്ഷി ഈ വീട്ടിൽ ഇപ്പോഴുണ്ട്. ഉയരങ്ങളിലെ വേഗരാജാവ് ചിറകിന് പരിക്കുപറ്റിയാണ് വീഴുന്നത്. ദേശാടനത്തിനിടെ മലപ്പുറത്ത് വെച്ചായിരുന്നു അപകടം. ഫാൽക്കണാണെന്ന് പുള്ളിക്ക് അറിയില്ല, ഒരു പരുന്താന്ന് വിചാരിച്ചു. കൈ കിട്ടിയ പാട് പുള്ളി അതിൻ്റെ പിക്ചർ എടുത്തുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതിൽ ഫാൽക്കൺ ആണെന്ന് മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ പേരും എൻ്റെ നമ്പരും കിട്ടി. അങ്ങനെ പുള്ളി അതിൽ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ടുവന്നതാണ്. ഈ ഫാൽക്കൺ പക്ഷിയിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഏഷ്യക്കാരനും ഏക ഇന്ത്യക്കാരനുമാണ് ഞാൻ. ഫാൽക്കൻ പക്ഷികളിൽ അപൂർവമായി മാത്രം ഇന്ത്യയിലെത്തുന്ന ഷഹീൻ ഫാൽക്കൻ അറബ് രാജ്യങ്ങളിൽ അമൂല്യ ഗണത്തിൽപ്പെടുന്ന പക്ഷിയാണ്. 3.5 കോടിയെങ്കിലും വരും ഇതിന്റെ വില. കോടികൾ വരും. കാരണം അത് ഷഹീൻ ഫാൽക്കണാണ്, ഇന്ത്യയിൽ കാണുന്നതാണ്. അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാൽക്കണാണത്. ഈ ഫാൽക്കൺ ഇത് കുവൈറ്റ് അമീർ 2013 എനിക്ക് സമ്മാനിച്ചതാണ്. 2012 ഇതിന് ജീവൻ നഷ്ടപ്പെടുന്നത്. 4.5 കോടി രൂപ വിലയുള്ള ഒരു പക്ഷിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാലസിൽ വെച്ചിരുന്ന ഒരു ഫാൽക്കണാണ്. അപ്പോൾ നമുക്കൊരു ഐ വാസ് ഹോണേഡ്. സുവോളജി അധ്യാപകനായ ഡോക്ടർ സുബൈർ ഫാൽക്കൻ പക്ഷികളെ സംബന്ധിച്ചാണ് ഗവേഷണം നടത്തിയത്. ഫാൽക്കൻ പക്ഷികളെ ചികിത്സിക്കുന്ന ദുബായിലെ ആശുപത്രിയിൽ ജോലി നിഷേധിക്കപ്പെട്ടതാണ് ഗവേഷണത്തിന് പ്രേരിപ്പിച്ച ഘടകം. അൽ ഖസ്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോർഡ് കണ്ടു, അൽ ഖസ്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ഫാൽക്കൻ റിസർച്ച് ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു അങ്ങനെ ക്ലീൻ ആക്കുന്ന പണി എങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. ഐ ക്യാൻ വർക്ക് ആസ് എ കീപ്പർ ഈവൻ ആസ് എ സ്വീപ്പർ എന്ന് ഞാൻ അവരോട് പറയുകയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോലി നമ്മൾ തരാനില്ല എന്ന് പറഞ്ഞു. 8 വിസിറ്റിംഗ് വിസ എടുത്തു UAE-ന്റെ. സ്റ്റുഡൻറ് വിസ എടുത്ത് 6 വർഷത്തോളം UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ അറബ് രാജ്യങ്ങളും ജർമ്മനിയിൽ പോയി. ജർമ്മനിയിൽ സ്റ്റുട്ട്ഗാർട്ടിലെ ഇൻഗോൾഡിംഗൻ ഫാൽക്കൺ ബ്രീഡിംഗ് സെന്ററിൽ പോയിട്ട് അതിന്റെ ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് രീതി പഠിച്ചു, ട്രെയിനിങ് പഠിച്ചു 2003, 22 കൊല്ലം മുമ്പ്. എന്നിട്ട് ഞാൻ അവിടുന്ന് ഈ ഡോക്ടർക്ക് ഫോൺ ചെയ്തു, ഈ ജർമ്മൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തു, അദ്ദേഹത്തിന് നന്ദി പറയാനും എനിക്കൊരു ജോലി തരാത്തതിന്. ആരോഗ്യം വീണ്ടെടുത്താൽ വേഗരാജാവിനെ വിഹായസിൽ വിഹരിക്കാൻ വിടും, അല്ലെങ്കിൽ വനം വകുപ്പിനെ ഏൽപ്പിക്കും. പക്ഷിയുടെ ശരീരത്തിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥനെ കണ്ടെത്തുകയും ചെയ്യാം. ഫാൽക്കൻ പക്ഷികളെ വിദേശത്തേക്ക് കടത്തുന്നത് രാജ്യത്ത് ശിക്ഷാർഹമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.